നമ്മളങ്ങനെ നോമ്പുതുറയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അഫിയാണെങ്കിൽ എ സി ഒക്കെ ഇട്ടിട്ട് പുതച്ച് കിടക്കുന്നുണ്ട്. നിതിമോളാണെങ്കിൽ അവിടെ ഇങ്ങനെ പിടിച്ച് കയറാൻ നോക്കുന്നതാണ് കേട്ടോ. ഇക്ക ഒരു കൈ കൊണ്ട് തടയുന്നുണ്ട് അവൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ കൈയൊക്കെ അവളിങ്ങനെ തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. അവൾക്കത് ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ടോ എന്ന് തോന്നുന്നു. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ നോമ്പ് തുറന്നു എന്നുള്ളതിന് പകരം നോമ്പ് മുറിച്ചു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കമൻറ്റ് ബോക്സ് നിറച്ചും അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റാണ്, നോമ്പ് തുറന്നു എന്നേ പറയാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് നോമ്പ് മുറിച്ചോ, നോമ്പ് മുറിക്കാനായില്ലേ, നോമ്പ് മുറിക്കാൻ എന്താണെന്ന് ഉണ്ടാക്കിയത്, അങ്ങനെയൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് അറിയില്ലായിരുന്നു അത് തെറ്റാണ് കമൻറ്റ് ബോക്സ് കാണുന്നത് വരെ. എന്തായാലും ഇനി അത് ശ്രദ്ധിച്ചോളാം കേട്ടോ. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് അളിയൻ്റെ വീട് വരെ പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ വന്ന ഉടനെ ബെൻസിത്തായാണെങ്കിൽ ഒരു ഗ്ലാസ് ജീരകഞ്ഞി തന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചു. നിതിമോൾ ഇതേ അളിയൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഹഫി ആണെങ്കിൽ ഇവിടെ വന്നപ്പോൾ മുതൽ വിശക്കാന്ന് പറയണമായിരുന്നു. വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ല കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും ഒരു ഇടിയപ്പം പിന്നെ ബീഫ് കറിയൊക്കെ കഴിച്ചു. നിതിമോൾ ഇതേ സ്റ്റെപ്പ് കയറാനുള്ള തത്രപ്പാടിലാണ്. ഒന്ന് കയറും, ഞാൻ ഇറക്കി വിടും, പിന്നെ കയറും. പിന്നെ കുറേ സമയം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നു.